നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ചോദ്യം ചെയ്യാൻ നീക്കം. യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമം. പരിയാരം സ്വദേശിയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത വരന്തരപ്പള്ളി പോലീസിന് ഭീഷണി. ചെങ്ങാലൂർ നന്ദിപുലം സ്വദേശികൾ പിടിയിൽ. തൃപ്രയാർ സെന്ററിൽ കഴിഞ്ഞ ദിവസം ചുമട്ട് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. ബാർ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വിശദമായ വാർത്തയിലേക്ക്. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഠാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുക്കും. വിവിധ പള്ളികളിൽ പ്രദക്ഷിണവും നഗരി കാണിക്കലും നടക്കും. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശുമരണം വരിക്കുകയും ചെയ്തതായാണ് വിശ്വാസം. കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ട് ഗാഗുൽത്ത മലയിലൂടെ കുരിശിനൊപ്പം ചാട്ടമാറടി ഉൾപ്പെടെയുള്ള ക്രൂരമർദ്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയുള്ള യേശുവിന്റെ മരണയാത്രയുടെയും പിന്നീട് കുരിശിലേറ്റപ്പെട്ടതിന്റെയും അനുസ്മരണമാണ് ദുഃഖവെള്ളി. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ദുഃഖവെള്ളിയാണ് വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാന ദിനമായി കണക്കാക്കുന്നത്. ദുഃഖവെള്ളി ദിനത്തിൽ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടാകില്ല. പകരം യേശുവിന്റെ പീഠാനുഭവം അനുസ്മരിച്ചുള്ള ചടങ്ങുകൾ നടക്കും. കുരിശിന്റെ തിരുശേഷിപ്പ് ചുംബനം, പീഠാനുഭവ വായനകൾ, കുരിശിന്റെ വഴി എന്നിവ നടക്കും. നഗരി കാണിക്കൽ ചടങ്ങിന്റെ അവസാനം രാത്രി യേശുവിന്റെ പ്രതീകാത്മകമായ മൃതദേഹം പെട്ടിയിലടയ്ക്കുമ്പോൾ ദുഃഖവെള്ളി ദിനത്തിലെ ആചാരങ്ങൾ സമാപിക്കും. ഈ ത്യാഗസ്മരണയുടെ ദിനത്തിൽ കുരിശുമല തീർത്ഥാടനങ്ങളും വിവിധയിടങ്ങളിൽ നടക്കും. മലയാറ്റൂരിലെ കുരിശുമുടിയിലേക്കുള്ള കുരിശിന്റെ വഴിയിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിച്ചേരുക. മലയാറ്റൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന ശരണധ്വനികളാൽ മുഖരിതമാണ് കുരിശുമുടി. അത്യുഷ്ണത്തിന്റെ തീക്ഷ്ണത 50 നോമ്പിന്റെ വിശുദ്ധിയാൽ ലഘൂകരിച്ചും പാറക്കെട്ടുകളും ഉരുളൻ കല്ലുകളും നിറഞ്ഞ മലമ്പാതയുടെ കാഠിന്യം മറികടന്നും തീർത്ഥാടകർ കുരിശുമുടിയിലേക്ക് വന്നെത്തും. ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ചോദ്യം ചെയ്യാൻ നീക്കം. ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലെന്ന് വിവരം. ഷൈനിന്റെ ടവർ ലൊക്കേഷൻ സൂചിപ്പിക്കുന്നത് നടൻ തമിഴ്നാട്ടിലാണ് എന്നാണ്. ഇന്നലെ പുലർച്ചെ കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം. പ്രതിയല്ലാത്തതിനാൽ അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നിലപാട്. നടൻ മടങ്ങിയെത്തുമ്പോൾ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഷൈനെ രക്ഷപ്പെടാൻ സഹായിച്ച ആളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു നടൻ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് വളരെ വിവാദമായിരുന്നു. പേര് പറയാതെയായിരുന്നു വെളിപ്പെടുത്തൽ. പിന്നാലെ സിനിമാ സംഘടനകൾക്കും മോശം അനുഭവമുണ്ടായ സിനിമാ സെറ്റിലെ ICCക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലൂടെയാണ് നടൻ ഷൈൻ ടോം ചാക്കോയാണ് മോശമായി പെരുമാറിയ നടനെന്ന വിവരം പുറത്തുവന്നത്. അതിനിടെ കൊച്ചി കലൂരിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടിരുന്നു. ലഹരി ഇടപാടുകാരനെ തേടി ബുധനാഴ്ച രാത്രി 10:45ഓടെയാണ് ഡാൻസ് ഓഫ് സംഘം ഷൈൻ താമസിച്ചിരുന്ന സ്വകാര്യ ഹോട്ടലിലെത്തിയത്. ലഹരി ഇടപാടുകാരന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന. യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമം. പരിയാരം സ്വദേശിയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു.
പുല്ലൂർ ഊരകം സ്വദേശിയായ തൊമ്മാന വീട്ടിൽ 42 വയസ്സുള്ള ബിനു എന്നയാളെ വീട്ടിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിനുവിന്റെ ഭാര്യയെയും മക്കളെയും ആക്രമിക്കുകയും ചെയ്ത പരിയാരം അന്ത്രക്കാംപാടം സ്വദേശി പള്ളത്തേരി ബിജുവിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. ബിജുവിനെ ഫോണിലൂടെ ബിനു പരിഹസിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ ബിനു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവശേഷം ഒളിവിൽ പോയ ബിജു ഇന്ന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ, സബ് ഇൻസ്പെക്ടർ വെൽസ് കെ തോമസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത വരന്തരപ്പിള്ളി പോലീസിന് ഭീഷണി. ചെങ്ങാലൂർ നന്ദിപുലം സ്വദേശികൾ പിടിയിൽ. പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മനോജ് സിജിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ചെങ്ങാലൂർ കുണ്ടുകടവ് സ്വദേശിയായ പാറമേക്കാടൻ വീട്ടിൽ 46 വയസ്സുള്ള രമേശ്, നന്ദിപുലം സ്വദേശികളായ മൂലേക്കാട്ടിൽ വീട്ടിൽ 23 വയസ്സുള്ള അഭിലാഷ്, 26 വയസ്സുള്ള അഖിലേഷ് എന്നിവരെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലത്ത് 4 പേർ ചേർന്ന് പരസ്യമായി മദ്യപിക്കുന്നത് കണ്ടത്. ഇവരെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് 4 പേരും ചേർന്ന് മനോജിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്. രമേശിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളും വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ 1 അടിപിടി കേസുമുണ്ട്. അഭിലാഷിന് വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസും 1 പോക്സോ കേസുമുണ്ട്. അഖിലേഷിന് വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസുണ്ട്. വരന്തരപ്പിള്ളി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കെ എൻ, സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോഫിൻ ജോണി, സജീവ്, ഷിജു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തൃപ്രയാർ സെന്ററിൽ കഴിഞ്ഞ ദിവസം ചുമട്ട് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വേളൂക്കരയിലെ വിക്ടോറിയ ബാറിലെ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പരിയാരം സ്വദേശി അറക്കൽ വീട്ടിൽ 34 വയസ്സുള്ള ജിജോയാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കുറ്റിക്കാട് സ്വദേശികളായ കോട്ടയ്ക്ക വീട്ടിൽ 30 വയസ്സുള്ള ലിജോ, സഹോദരൻ 28 വയസ്സുള്ള ലിൻഡോ എന്നിവരെ ചാലക്കുടി പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാർ ജീവനക്കാരനായ കോട്ടയം സ്വദേശി കരിമ്പനിൽ വീട്ടിൽ ജയകുമാറിനെയാണ് ഇവർ ആക്രമിച്ചത്. ബാർ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. താന്യം ചക്കമലത്ത് 26 വയസ്സുള്ള റോഷനെയാണ് വലപ്പാട് പോലീസ് താന്യത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. ചുമട്ട് തൊഴിലാളി നാട്ടിക സ്വദേശി നൻപെട്ടി വീട്ടിൽ 56 വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 മാസം മുൻപ് തൃപ്രയാറിൽ നടന്ന അടിപിടി കേസിൽ രാധാകൃഷ്ണന്റെയും സുഹൃത്തിന്റെയും പരാതിയിൽ വലപ്പാട് പോലീസ് റോഷനെതിരെ കേസെടുത്തിരുന്നു. ആ സംഭവത്തിന്റെ വൈരാഗ്യത്താലാണ് റോഷനും സൈറാജും മറ്റ് 2 പേരും ചേർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ രാധാകൃഷ്ണനെ തൃപ്രയാർ സെന്ററിൽ വെച്ച് ആക്രമിച്ചത്. ഇരുമ്പുവടി കൊണ്ടും മരത്തിന്റെ കമ്പുകൊണ്ടും തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. രാധാകൃഷ്ണന്റെയും ഷിബുവിന്റെയും ബൈക്കുകളും അക്രമികൾ തല്ലി തകർത്തു. മറ്റുള്ളവർ എത്തുമ്പോഴേക്കും ഇവർ ബൈക്കിൽ രക്ഷപ്പെട്ടു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ CN എബിൻ, PG സദാശിവൻ, ASI ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി, സുനീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിൽ, മടങ്ങിയെത്തുമ്പോൾ ചോദ്യം ചെയ്യാൻ നീക്കം.
യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമം. പരിയാരം സ്വദേശിയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത വരന്തരപ്പള്ളി പോലീസിന് ഭീഷണി. ചെങ്ങാലൂർ നന്ദിപുലം സ്വദേശികൾ പിടിയിൽ. തൃപ്രയാർ സെന്ററിൽ കഴിഞ്ഞ ദിവസം ചുമട്ട് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. ബാർ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും A4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.